നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുമായിട്ട് താൻ നടത്തിയ ഒരു വളരെ വളരെ അസാധാരണമായ സംഭാഷണം ഇപ്പോൾ കസാനോ തുറന്നു പറയുന്നുണ്ട്. മുൻ ഇറ്റാലിയൻ താരം അന്റോണിയോ കസാനോ. അതായത് മെസ്സിയോട് പറഞ്ഞു, നിങ്ങൾക്കറിയോ നിങ്ങളാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം. അപ്പോൾ മെസ്സിയുടെ മറുപടി, ഞാനോ? അതെ, നിങ്ങളാണ് ഒന്നാമൻ. ഞാൻ 1, 2, 3, 10, 15 ആട്ടെ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ വീണ്ടും കസാനോ പറയാണ്, നിങ്ങൾ ഈ ചരിത്രമൊക്കെ തിരുത്തി കുറിച്ച ആളല്ലേ. അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഫുട്ബോൾ കളിക്കുന്ന എൻജോയ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അതാണ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊരു 4 കൊല്ലം കൂടി കളിക്കാൻ പറ്റിയാൽ അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നാണ് മെസ്സി പറഞ്ഞത്. അതായത് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ താൻ ഒന്നാമതാവണമെന്നോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ രണ്ടാമതാണോ 10ാമതാണോ 15ാമതാണോ ഇതൊന്നും ആ മനുഷ്യനെ ബാധിക്കുന്നില്ല. അങ്ങനെ ഞാനെപ്പോഴും ഒന്നാമതാവണം, തലപ്പത്ത് നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന വേറെ ചില കളിക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ മെസ്സി അത്തരത്തിൽ ചിന്തിക്കുന്നില്ല. അദ്ദേഹത്തിന് കളി ആസ്വദിക്കുക, മുന്നോട്ട് പോവുക, അത് മാത്രമാണ് ലക്ഷ്യം എന്നാണ് കസാനോ പറഞ്ഞു വെക്കുന്നത്. കസാനോയുടെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. കസാനോ വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അദ്ദേഹം പറയുന്നു, ഞാൻ മെസ്സിയോട് ചോദിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ലിയോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങളാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടോ? ഡു യു റിയലൈസ് ഓർ നോട്ട് ദാറ്റ് യു ആർ ദി ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ? മെസ്സിയുടെ മറുപടി, ബീയിങ് ഫസ്റ്റ്, സെക്കൻഡ്, ഫിഫ്ത്ത്, 10th ഓർ 15th, വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്സ്? ഞാനാണ് ഒന്നാമനെന്നോ അല്ലെങ്കിൽ ഞാനാണ് രണ്ടാമനെന്നോ ഞാൻ 5ാമനാണെന്നോ ഞാൻ 10ാമനാണെന്നോ ഞാൻ 15ാമനാണെന്നോ എന്തോ ആവട്ടെ, അതെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ? ഈ ലോകത്ത്, ഈ ഫുട്ബോൾ ലോകത്ത് അതെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അങ്ങ് പറഞ്ഞു, കസാന പറയുകയാണ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? എന്ത് ഡിഫറൻസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ എൻ്റയർ ഫുട്ബോൾ ഹിസ്റ്ററിയെ തന്നെ റീറൈറ്റ് ചെയ്തില്ലേ മനുഷ്യ? അപ്പോൾ മെസ്സിയുടെ മറുപടി, ഒന്നും റീറൈറ്റ് ചെയ്തിട്ടില്ല, ഒന്നും മാറുന്നില്ല. ഞാൻ ഒന്നാമനാവുന്നു, രണ്ടാമനാവുന്നു, മൂന്നാമനാവുന്നു, ഇതൊന്നും കെയർ ചെയ്യുന്നേ ഇല്ല. എനിക്ക് കളിയോടൊരു പാഷനുണ്ട്, കളിയോടൊരു സ്നേഹമുണ്ട്. അതുകൊണ്ട് ഞാനത് കളിച്ചു പോകുന്നു. എനിക്കൊരു 3 4 കൊല്ലം കൂടി കളിക്കാൻ പറ്റുമോ? അത് സംഭവിച്ചാൽ എനിക്ക് സന്തോഷമായിരിക്കും. ഐ ഹാവ് ഫൺ, ദാറ്റ്സ് ഓൾ എന്നാണ് മെസ്സി പറയുന്നത്. പലരും ഒന്നാമതാവണമെന്നും അങ്ങനെ നിൽക്കണം എന്നൊക്കെ ആവേശത്തോടു കൂടിയൊക്കെ പറയുമ്പോഴാണ് ഈ മനുഷ്യൻ എങ്ങനെ പറഞ്ഞത്, ഞാൻ ഒന്നാമതോ 5ാമതോ 10ഓ 15ഓ ആട്ടെ, എനിക്ക് കളി ആസ്വദിച്ച് അങ്ങ് പോകണം, അത്രേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.